ഗുഡ് മോർണിംഗ് സാർ, വെൽക്കം. ഗുഡ് മോർണിംഗ്. മീറ്റിങ്ങിൻ്റെ എല്ലാ കാര്യവും ശരിയല്ലേ? ഒരു തെറ്റും വരുത്തിപ്പോയേക്കരുത്. പിന്നെ ഡാനിയൽ എത്തിയിട്ടില്ലേ? യെസ് സാർ, എല്ലാം ഓക്കെയാണ്. ഡാനിയൽ സാർ എത്തിയിട്ടുണ്ട്. എല്ലാ കാര്യവും സാറ് ചെയ്തിട്ടുണ്ട്. സാറാണെങ്കിൽ കോൺഫറൻസ് ഹാളിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അലക്സ്, പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം എന്തായി? അവനെ കിട്ടിയോ? യെസ് സാർ, അവൻ ബേസ്മെൻറ്റിലുണ്ട്. ഓക്കെ, എന്നെങ്കിൽ മീറ്റിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് അവൻ്റെ കാര്യത്തിലൊരു തീരുമാനമാക്കാം. യു മേ ലീവ് നൗ. ഡാനിയൽ, മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യേ. ഓക്കെ ഇച്ചായ. ഇച്ഛയാ, എത്ര നേരമായി ഞാൻ വിളിക്കുന്നേ? എന്താ വിളി കേൾക്കാത്തത്? കോഫി വേണ്ടേ? ഹോ, ഇതെന്തൊരു വായന! ഈ വായന കണ്ടെത്തുന്ന നാളെ ഇങ്ങേർക്ക് പരീക്ഷയാണ്. എന്ത് പറ്റി? ഇന്ന് എൻ്റെ ജീവനെ കോച്ച് ദേഷ്യത്തിലാന്ന് തോന്നുന്നല്ലോ. മനുഷ്യനാണെങ്കിൽ രാവിലെ എഴുന്നിട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെക്കും, ഒരുത്തനും വേണ്ട. രാവിലെ ഡാൽവിനും കൂടെ പോയിട്ടുണ്ട് മീറ്റിംഗാന്ന് പറഞ്ഞ്, ഫുഡും കഴിച്ചിട്ടില്ല. ഇച്ഛായ, എന്നാ പറ്റി? എന്നെ അങ്ങനെ നോക്കിയത്? ഒന്നും ഇല്ലായേ, എൻ്റെ ഭാര്യ എന്തൊരു സുന്ദരിയാന്ന് പറഞ്ഞ് നോക്കിയതാണേ. ഒന്ന് പോയേ ഇച്ഛായ, മക്കളും കെട്ടി മക്കൾക്കും പിള്ളേരായപ്പോഴേ ഇങ്ങനെ പറയുന്നത്. പിന്നെ ദിവസങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് ഡാൽവിൻ്റെ കാര്യം ഓർത്ത് പേടിയാ. അവൻ പുതിയതായിട്ട് എന്ത് വിഷയം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നെന്നാണ് ഓർക്കുന്നത്. ഡാൽവിനാണെങ്കിൽ ഒരു മകളും ഭാര്യയും ഉണ്ടെന്നുള്ള വിചാരം പോലും ഇല്ല. ആൾക്കാരോട് വഴക്ക് പിടിച്ചിട്ട് നടക്കുക. ഇന്നലെയാണെങ്കിൽ കുക്കീനും കൂട്ടി സാറയാണെങ്കിൽ ഷോപ്പിങ്ങിന് പോയി. അവിടുന്ന് ആരോ അവളോട് എന്തോ മിസ്ബിഹേവ് ചെയ്തു. അത് ആരോടും പറയരുതെന്ന് പറഞ്ഞതാ. പക്ഷെ വന്നപ്പോൾ കുഞ്ഞു കാന്താരി ഡാൽവിനോട് എല്ലാം വിശദീകരിച്ച്. അത് കേട്ടതും സാറക്കിട്ട് കൊടുത്തവനെ അറിയണം. ആ കൊച്ചായതുകൊണ്ട് ഇവൻ്റെ കൂടെയൊക്കെ നിൽക്കുന്നത്. വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇതൊക്കെ സഹിച്ചിവിടെ നിൽക്കുമോ? പക്ഷെ കുറച്ച് നേരം കഴിയുമ്പോൾ അടയും ചക്കരയുക. അതുകൊണ്ട് നമുക്കിതിൻ്റെ കാര്യത്തിലേ ഇടപെടാൻ പറ്റത്തില്ല. മമ്മി ഇന്ന് നല്ല ഫോമിലാണല്ലോ പപ്പ. ഇത് എന്നാ പറ്റി? ഇന്നലത്തെ വിഷയമാണോ? ഒന്ന് പോയേടി, നീ എൻ്റെ ജീനേനെ പറയാതെ. നിനക്ക് രാവിലെ ഓഫീസിലൊന്നും പോകണ്ടേ? ആ പോണം പപ്പ, ഞാൻ ഇറങ്ങുമായിരുന്നു. അന്നേരം മമ്മി ഇവിടെ കിടന്ന് എന്തൊക്കെയോ പറയുന്ന കേൾക്കുന്നത്. ഇതേ ആ കുഞ്ഞകാന്തരി എഴുന്നേറ്റിട്ടുണ്ട്. സാറ എഴുന്നേറ്റില്ലെന്നാണ് തോന്നുന്നത്. ഇന്നലെ ലേറ്റ് ആയില്ലേ അവൾ കിടന്നപ്പോൾ. ആണോ? ആ കുഞ്ഞുകാന്തരി എഴുന്നേറ്റോ? കുക്കുമോളുടെ പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ എങ്കിൽ നീ ചെല്ല്, സമയം കളയണ്ട. പറയുന്ന വല്ലതും ഇച്ഛായും കേൾക്കുന്നുണ്ടോ? ഡാൽവിനെ ഒന്ന് ഉപദേശിക്കണം. ഓഫീസിൽ പോവാതെ ഇരിക്കുക, മടി പിടിച്ച് റിട്ടയർമെൻറ്റിന് വന്ന പേരും വെച്ച്. ശരിയെന്നെങ്കിൽ വായ നടക്കട്ടെ. ആ, ഇച്ചായൻ എന്തിനാ എന്നെ തല്ലിയേ? ഇന്നലെ നീയും പീറ്ററും വെളിയിൽ പോകാൻ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞതാണ് പോകണ്ടെന്ന്. എന്നിട്ട് നീ ആ മാളിൽ ചെന്നിട്ട് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്? നിനക്ക് കയറി പിടിക്കാൻ ഡാൽവിൻ്റെ ഭാര്യനെ മാത്രമേ കിട്ടിയുള്ളൂ. ഒന്നാതെ അവനെ പെണ്ണെന്ന് വെച്ച ഭ്രാന്ത. അതിനിപ്പോൾ ഒന്നും ഉണ്ടായില്ലല്ലോ. ഒന്നും ഉണ്ടായില്ല. ഒരു 700 കോടിയുടെ നഷ്ടം മാത്രം വന്നിട്ടുള്ളൂ. നമ്മളുമായിട്ട് സൈൻ ചെയ്ത ആ ഡീൽ അങ്ങ് അവന്മാർ ക്ലോസ് ചെയ്ത് ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞ്. ഇനി എന്നാ ചെയ്യും? ഇച്ചായ, ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ പീറ്ററിനെ കാണാനില്ല. ജാക്സ, നീ വണ്ടി എടുക്ക്. നമുക്ക് ഏകനാഥൻ കമ്പനിയിലേക്ക് പോകണം. അല്ലെങ്കിൽ നമ്മുടെ പീറ്ററിൻ്റെ ജീവൻ തന്നെ പാപത്താ. പലപ്പോഴായിട്ട് നീ ഫാമിലി ഫംഗ്ഷന് വരുമ്പോഴും മീറ്റിങ്ങിന് വരുമ്പോഴും അവളെ നോക്കുന്ന പോലും എനിക്കിഷ്ടമില്ല. നീ ഇന്നലെ അവളെ എന്താ ചെയ്തത്? ഞാനല്ലാതെ ഒരു മനുഷ്യനെ അവളെ ഹഗ് ചെയ്യുന്നത് പോലും എനിക്കിഷ്ടമില്ല. നിൻ്റെ ജീവൻ കുറച്ച് നാളും കൂടെ നിലനിർത്തട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാനാണെങ്കിൽ ഇതിൽ ഇടപെടാഞ്ഞത്. പക്ഷെ നിനക്ക് ഞാൻ ഇടപെട്ടേ പറ്റൂ എന്നുള്ള നിർബന്ധമാണ്. എങ്കിൽ പിന്നെ ഹാപ്പി ജേർണി ടു ഹെൽ. അലക്സ്, എനിക്ക് മാറാൻ വേറെ ഷർട്ട് എടുത്തിട്ട് വാ. ഹോ, ഈ വെള്ളത്തിനൊക്കെ എന്നെ തണുപ്പാ. അല്ലെങ്കിലും പണ്ടേ ഞാൻ ഇച്ചായനോട് പറഞ്ഞതാ നിങ്ങളുടെ കാട്ടിലെ വീട്ടിലേക്ക് ഞാൻ വരുന്നില്ലെന്ന്. ഈ കാട്ടിൽ കൊണ്ട് എന്തിനാണ് വീട്ടിൽ വെച്ചേക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. രാവിലെ എഴുന്നേറ്റപ്പോഴേ അടുക്കളയിലേക്ക് ഓടിപ്പോയി എൻ്റെ കുഞ്ഞുകാന്താരിനെ കാണുന്നില്ലല്ലോ. ഹോ, എവിടെ നോക്കിയാലും ടോയ്സ്. ഇതെല്ലാം ഞാൻ ഒരു ദിവസം ആക്രി കച്ചവടക്കാരന് വാങ്ങിച്ച് കൊടുക്കും. എത്ര പ്രാവശ്യം ഇച്ചായനോട് പറഞ്ഞിട്ടുണ്ട് ഇതൊന്ന് വാങ്ങിച്ച് കൊടുക്കലെന്ന്. ഹോ, ഇപ്പം ഞാൻ ചവിട്ടി വീണാനെ. എന്താണോ ഇന്ന് രാവിലെ മുതൽ എൻ്റെ കുക്കിക്കുഞ്ഞിൻ്റെ മുഖം ഇങ്ങനെ കടന്നൽ കൊത്തിയ പോലെ ഇരിക്കുന്നത്? കടന്നലൊന്നും കൊട്ടിയിട്ടില്ല. ഞാൻ രാവിലെ പപ്പാനോട് പറഞ്ഞത് എന്നെയും കൂടെ കൊണ്ടുപോകണം ഓഫീസിൽ നിന്ന്. എന്നെ വിളിക്കാണ്ട് പോയി, ഒറ്റയ്ക്ക് പോയി. ഞാൻ മിണ്ടില്ല. അച്ചോടാ, എൻ്റെ കൊച്ചിനെ കൊണ്ടുപോയില്ലേ? എങ്കിൽ അവനിങ്ങ് വരട്ടെ. ഡാൽവിനിട്ട് 2 ഇടി ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പം ഹാപ്പിയാണോ? ദേ വേഗം ഈ പാല് കുടിക്കുക. നിനക്ക് അമ്മേനെ പോലെ നല്ല സുന്ദരിയാവണ്ടേ, ഒരു സാറാമ്മേനെ പോലെ. എനിക്ക് ബൂബു വേണ്ട, എനിക്ക് അമ്മേൻ്റെ ബൂബു മതി. അതാണ് എനിക്കിഷ്ടം. കെട്ടിച്ച് വിടാറായി. ഇതുവരെയായിട്ടും പെണ്ണിൻ്റെ കൂടി നിർത്താറായില്ല.
അയ്യേ കഷ്ടം കഷ്ടം. മമ്മി, കുക്കി മോൾ ഇങ്ങോട്ട് വന്നായിരുന്നോ? ദാ നിൽക്കുന്ന കക്ഷി നിന്റെ ബൂബു വേണമെന്ന് പറഞ്ഞ് നിപ്പുണ്ട്. എന്നാൽ കൊച്ചിന് പോയി പാല് കൊടുക്ക്. പിന്നെ മമ്മി, ഡാൽവിൻ രാവിലെ ഒന്നും കഴിച്ചും കാണത്തില്ലല്ലോ. ഡാൽവിന് ഫുഡായിട്ട് ഞാൻ പോകാവേ. ആ കൂട്ടത്തിൽ ഇന്നലെ രാത്രിയിൽ പിണക്കം കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് മാറ്റിയേക്കാം. അങ്ങനെ ഈഗോ അതുമായിട്ട് ഏറ്റുമുട്ടാൻ പറ്റത്തില്ല. ആ മമ്മി പോകുന്നുണ്ടെങ്കിൽ ഞാനും വരുന്നു മമ്മി പ്ലീസ്. ഞാൻ ഇന്നലത്തെ പോലെ ആരോടും ഒന്നും പറഞ്ഞു നോക്കില്ല. എൻ്റെ പൊന്നു കുക്കി, നിന്നെയും കൊണ്ട് ഇന്നലെ പോയിൻ്റ് ആൾ അനുഭവിച്ചതേ ഉള്ളൂ. ഇനി വീണ്ടും രണ്ടുപേരും കൂടെ പോയിട്ട് നേരത്തെ തന്നെ വീട്ടിലെത്തിക്കണം, അല്ലെങ്കിൽ ഡാൽവിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് വഴക്ക് കേട്ടിപ്പിക്കില്ലേ. ഹൂ ദ ഹെൽ ഈസ് ദിസ്? കയറി വരുമ്പോൾ നോക്കിയാണോന്ന് അറിയത്തില്ലേ? നിന്റെ അപ്പന് സ്ത്രീധനം കിട്ടിയ ഭാഗ്യമൊന്നും അല്ലല്ലോ. ഡാൽവിൻ, ഞാൻ നിന്നോട് വഴക്ക് പിടിക്കാൻ വന്നതല്ല. എനിക്ക് എൻ്റെ പീറ്ററിനെ വേണം. ഞാൻ അവനുമായിട്ടേ പോകത്തുള്ളൂ. അവനെ അന്വേഷിച്ചാണെങ്കിൽ ഇവിടെ വരെ വന്ന് പെട്രോൾ കളയേണ്ട ആവശ്യമില്ലായിരുന്നു. അവൻ എന്തോ രാവിലെ ആക്സിഡൻറ്റ് പറ്റിയെന്നോ സിറ്റിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണോ, അവൻ ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരത്തില്ലെന്നോ ഒക്കെ ഞാൻ കേട്ട്. സാരില്ല, ഒരു പെട്ടിക്ക് നീ ഓർഡർ കൊടുത്തേരെ. നിന്നോട് ഇതിന് ഞാൻ പകരം വീട്ടിയിരിക്കും. നിനക്കും പ്രിയപ്പെട്ടവരായിട്ട് 2 പേരുണ്ടല്ലോ, അതിലൊരാളെ നീ അങ്ങ് മറന്നേരെ. പപ്പാ സർപ്രൈസ്. ഇത് നിന്റെ ലാസ്റ്റ് വാണിങ്ങാ, നീ ഇറങ്ങിപ്പോ, സമയം കളയാതെ. ഡീ കുക്കി, ബാ ഇങ്ങോട്ട് വാ. നീ ആരോടെയാ വന്നത്? നിന്റെ അമ്മ എന്തി? ഇച്ചായ, എന്നെ ഒരു മൈൻഡില്ലാതിരിക്കുന്നത്? ഇതുവരെ പിണക്കം മാറിയില്ലേ? ഐ എം സോറി. ഈശാനോട് മനഃപൂർവ്വം മറച്ചു വെച്ചതല്ല, വെറുതെ എന്തിനാ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ഓർത്തിട്ടാ. ഇച്ചായ, കുക്കി വാവേ, ഡാനിയിലപ്പയാണെങ്കിൽ നിനക്ക് 2-3 ചോക്ലേറ്റ്സ് വാങ്ങി വെച്ചിട്ടുണ്ട്. നീ വരുമ്പോൾ അങ്ങോട്ടേക്ക് വിടണമെന്ന് പറഞ്ഞു. കൊച്ച ചോക്ലേറ്റ്സ് എന്ന് വാങ്ങിച്ചേ, എന്നിട്ട് അവിടെ ഇരുന്നോ കേട്ടോ. ഞാനിപ്പോൾ വന്നേക്കാവേ മമ്മീനെ കൂട്ടിയേ. സാറാ, പിന്നെ നീ എന്നെ ഇപ്പോൾ ചോദിച്ചത്? ഒന്നുമില്ല ഇച്ചായ. സമയം വൈകി, മമ്മി നേരത്തെ വരണമെന്ന് പറഞ്ഞ ഞാൻ പോവുക. ഇച്ചായൻ ഇത് എങ്ങോട്ടാണ് വരുന്നത്? ഇച്ച ഇത് ഓഫീസാ? നീ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞു സാറാ? ഇച്ചായ വിട്ട് ഓഫീസാ? അയ്യോ എൻ്റെ സാറേ, എന്തിനാ കരയുന്നത്? നീ പേടിച്ചു പോയോ? ഇതൊക്കെ ചുമ്മാ നമ്പർ പേടി. ബാ നമുക്ക് വീട്ടിൽ പോയേക്കാം. ഇന്നത്തെ പണി കഴിഞ്ഞു. പിന്നെ കുക്കിനെ ഡാനിയൽ കൊണ്ടുവരും. ഇന്നലെ രാത്രി വഴക്കുണ്ടാക്കി ഞാനും നീയും വേറെയല്ലേ കിടന്നത്, അതിൻ്റെ കുറവ് നികത്തിയേക്കാം. അയ്യടാ പൊക്ക്, വഷളത്തരം പറയാതെ. ഞാൻ എൻ്റെ കുഞ്ഞില്ലാതെ എങ്ങോട്ടും വരത്തില്ല. ഇനി എൻ്റെ സാറ പറഞ്ഞത് കേട്ടില്ലെന്ന് വേണ്ട. എങ്കിൽ കുക്കിമോളെ കൂടെ കൂട്ടിയേക്കാം. എങ്കിൽ അവളെ വിളിച്ചുകൊണ്ട് വാ, നമുക്ക് ഇറങ്ങാം. സാറ ഇറങ്ങ, ഇതാ നമ്മുടെ പുതിയ വീട്. പിന്നെ കുഞ്ഞുറങ്ങുമല്ലേ, അവളെ എഴുന്നേൽപ്പിക്കണ്ട, അവളെ ഇങ്ങോട്ട് താ. മുകളിലാട്ടോ റൂം, നീ അങ്ങോട്ട് ചെന്നോ. കുഞ്ഞിനെ ഞാൻ കിടത്തിയിട്ട് വരുന്നു. അവളിനി ഉറക്കത്തിൽ നിന്ന് എന്നേക്കോ ഇച്ചായ? ഇച്ചാന് എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല സാറാ, നിന്നെ കാണാൻ ഓരോ ദിവസം കൂടുമ്പോൾ നല്ല സുന്ദരിയായിട്ടുണ്ട്. പിന്നെ നമ്മുടെ കോളേജ് ഡേയ്സൊക്കെ ഞാൻ ഓർക്കുമായിരുന്നു. ആദ്യത്തെ പ്രാവശ്യമൊക്കെ ഞാൻ നിന്നോട് എങ്ങനെ പെരുമാറിക്കൊണ്ടിരുന്നത്. ബട്ട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് നിന്നോട് വല്ലാത്ത ഇഷ്ടമായി. പിന്നെ നീ എന്നെ അവോയ്ഡ് ചെയ്യുന്നൊന്നും എനിക്കത്ര ഇഷ്ടമില്ലാതായി സാറാ. ബട്ട് എനിക്ക് നീ ഇല്ലാണ്ട് പറ്റില്ല സാറാ. ഐ ലവ് യു സോ മച്ച് സാറാ. ഇച്ചായ പോയി കുഞ്ഞിനെടുത്തുണ്ടോ, അവളെ ഒറ്റയ്ക്ക് കിടത്തണ്ട.
സാറ, നീ ഉറങ്ങിക്കോ, എനിക്ക് കുറച്ച് വർക്കുണ്ട്. ഗുഡ് നൈറ്റ്. ഇച്ചായൻ ഇതെന്നെ ഇരിപ്പായിരിക്കുന്ന ഒരാഴ്ചയായി പിള്ളേർ പോയിട്ട്. കുക്കി ഇല്ലാത്തതുകൊണ്ട് വീട് ഉറങ്ങിയ പോലെ. എൻ്റെ കുഞ്ഞുങ്ങളെ ചെന്ന് വിളിച്ചോണ്ട് വന്നേ. നീ ഒന്ന് അടങ്ങ് എൻ്റെ ജീനെ. നാളെ എന്തായാലും സൺഡേയാ. പിന്നെ റോസ്ലിൻ്റെ മകളുടെ മാമ്പുദീസയ്ക്ക് എന്തായാലും എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. അതിന് ഞാൻ ഡാൽവിനോട് അതിനെപ്പറ്റി സംസാരിച്ചായിരുന്നു. അന്നേരം അവന് ഓഫീസിൽ പോകണമെന്ന്. എന്തായാലും പള്ളിയിൽ പോകുന്ന വഴി നമുക്ക് അവന്മാരെ വിളിച്ചിട്ട് പള്ളിയിൽ പോകാം. ഞാൻ അവനോട് പിക്ക് ചെയ്യാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ ആണോ? ഓ അതിൻ്റെ കാര്യം ഞാൻ വിട്ടുപോയായിരുന്നു. ഓ ഈ ഡാൽവിനോട് കാടിനോടുള്ള പ്രണയം. അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഉൾക്കാട്ടിലൊന്നും ഈ വീടൊന്നും വാങ്ങിച്ചേക്കലെന്ന്. ഇത് പോരാ, ഈ ഏതൻ മാൻഷൻ പറഞ്ഞിട്ടോ ഇനി അതും കൂടെ. എന്തായാലും നാളെ എൻ്റെ മക്കളെ കാണാലോ. എന്താ സാറ, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പിന്നെ നാളെ പപ്പയും മമ്മിയും വരും. അതായത് നിങ്ങൾ രണ്ടും കൂടെ റെഡിയായി നിൽക്കണം. എനിക്കൊരു അത്യാവശ്യം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ വന്നാനെ. ആ ഇച്ചായ, മമ്മി എന്നെ വിളിച്ചായിരുന്നു. ഞങ്ങളില്ലാത്തോണ്ട് വീട് ഉറങ്ങിയെന്ന് മമ്മി എന്നോട് പറഞ്ഞു. ഇനി ഇങ്ങനെ വിട്ടതും കൂടെയാ. പിന്നെ നാളെ രാവിലെ റെഡി ആയിട്ടിരിക്കണമെന്നും പറഞ്ഞു. മമ്മി, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. എനിക്ക് ബൂബ് വേണം. അയ്യോടാ, മമ്മിയുടെ ചക്കര കുക്കി മുളക്ക് ഉറക്കം വരുന്നുണ്ടോ? വിശക്കുന്നുണ്ടോ? മമ്മി ബൂബു തരാലോ. പാ, വായന നിർത്തിയോ? എന്നെ ഇച്ചായ എന്നെ ഇങ്ങനെ നോക്കുന്ന? എൻ്റെ സാറാ, ഞാൻ ഓർക്കുമായിരുന്നു നമ്മുടെ കുക്കി മോളെ കാണാനും നിന്നെപ്പോലെ തന്നെയാണ്. എനിക്കാണെങ്കിൽ കുക്കീനെ കെട്ടിച്ചു വിടുന്ന കാര്യമൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര പേടിയാണ്. ഞാൻ അവളെ ആർക്കും കൊടുക്കില്ല. അവൾ ഇവിടെ തന്നെ നിന്നാൽ മതി. അയ്യടാ, ഡാൽവിൻ തോമസ് ഏതന് പോസസീവ്നെസ് ആൻഡ് ജലസ് ഉണ്ടല്ലോ. കുഞ്ഞാണെങ്കിൽ LKG പോലും ആയില്ല. ഇതൊക്കെ ഓർത്താണ് ഇച്ചയെ പേടിക്കുന്നത്. ഞങ്ങൾ എവിടെ പോകാനാ? ഞങ്ങൾ എന്നും ഇച്ചേൻ്റെ കൂടെ തന്നെ കാണും. ഇച്ചയ, ഐ വാണ്ട് യു. എടി സാറ, ഒറ്റ ഒരെണ്ണം വെച്ച് തന്നാലുണ്ടല്ലോ. ഈ ഒരു 1 വീക്ക് മൊത്തം നമുക്കിതായിരുന്നു പരിപാടി. ഇനി നീ ഒന്ന് റെസ്റ്റ് എടുക്ക്. അത് കഴിഞ്ഞിട്ട് മതി. നിൻ്റെ ആവശ്യങ്ങളൊക്കെ തീർക്കാൻ ഞാൻ എങ്ങോട്ടും പോകുന്നില്ലല്ലോ സാറാ. ഹോ, മൂട് കളഞ്ഞ്. ഇനി ഇച്ചയ സ്നേഹം വേണമെന്ന് പറഞ്ഞ് വായേ. ഞാൻ പോവാം. എൻ്റെ കുക്കിനെ കൊണ്ട് ഞാൻ പോയി ഉറങ്ങട്ടെ. ഇവളുടെ ഒരു കാര്യം. എൻ്റെ ജീന, ഇത് എത്ര നേരമായി? ബാ. ഞാനാണെങ്കിൽ അവളോട് വിളിച്ചു പറയുകയും ചെയ്തു. സാറേ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇച്ചയ, ഞാൻ എത്തി. ഇച്ചയ പോയി വണ്ടി എടുക്ക്. ഞാൻ വന്ന് കയറുക. മമ്മി, ടോയ്സ് വീണു ചെളിയിൽ. അന്നേരം എടുക്കാൻ വേണ്ടി പോയത്. വഴക്ക് പറയില്ലേ? എൻ്റെ മാതാവേ, നിന്നെ ഇപ്പം ഞാൻ ഒരുക്കി നിർത്തിയിട്ട് അകത്ത് വരെ ഒന്ന് പോയിട്ട് വന്നപ്പോൾ നീ ഇങ്ങനെ ആയോടി. ഹോ, പപ്പയും മമ്മി അവിടെ നിന്ന് ഇറങ്ങി എന്നാ പറഞ്ഞത്. നീ ബാ, നമുക്കൊന്ന് കുളിച്ച് കയറിയേക്കാം. വേറെ ഡ്രസ്സ് ഇട്ട് തരാം. ബാ. ഇത് കണ്ട മമ്മി, എൻ്റെ മമ്മീനെ പോലെയാ ഈ റാബി. മമ്മീനെ കാണാൻ കറക്റ്റ് റാബിയാ. അയ്യടാ, അന്നേരം എൻ്റെ കുക്കി മോളാരാ? കുഞ്ഞു റാബിയോ? വാ, വെള്ളത്തിൽ കൂടുതൽ കളിക്കണ്ട. മമ്മി വേറെ ഡ്രസ്സ് ഇട്ട് തരാം. വാ, നേരത്തെ കളി രസം നല്ലത്. സൂപ്പർ ബൂബു ഫുൾ. അല്ലെങ്കിൽ എൻ്റെ കുക്കി കുഞ്ഞ് മലാഖിയല്ലായോ? ബാ. അയ്യോ, ദേ മമ്മിയും പപ്പായും വന്നാന്നാ തോന്നുന്നത്. ബെല്ലടിക്കുന്നുണ്ട്. ബാ, നമുക്ക് പോയി നോക്കാം. ഹലോ സോറ, സർപ്രൈസ്. എനിക്കറിയാം നീ എന്നെ പ്രതീക്ഷിച്ചില്ലെന്ന്. ഇതാണോ ഡാൽവിൻ കാക്കുന്ന നിധി? ഹോ, ഈ നിധിയൊക്കെ കാത്തില്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുപോകൂലേ? ലുക്ക് മിസ്റ്റർ, നിങ്ങൾ ആരെന്ന് എനിക്കറിയില്ല. ഇച്ഛായൻ എവിടെയല്ല. എന്തെങ്കിലും ഓഫീസ് കാര്യങ്ങളാണെങ്കിൽ അത് വീട്ടിൽ വന്നല്ല സംസാരിക്കുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് പോകണം. ഇപ്പം തന്നെ ഇറങ്ങി പോകണം. ഇങ്ങനെ ചൂടാകാതെ സാർ. നീ ചൂടാകുമ്പോഴാണ് നിന്നെ കാണാൻ കൂടുതൽ സുന്ദരി. പിന്നെ ഞാൻ ഡാൽവിനെ കാണാനല്ല വന്നത്, ഞാൻ നിന്നെ കാണാനാണ് വന്നത്. താൻ എങ്ങോട്ടാണ് ഇടിച്ചു കയറി വരുന്നത്? തന്നോടല്ലേ വെളിയിൽ പോകാൻ പറഞ്ഞത്? ഞാൻ പോലീസിനെ വിളിക്കും. മമ്മി, ഓ, ഇതാണല്ലേ ഡാൽവിൻ്റെ കുഞ്ഞു മാലാഖ. സാറാ, നിന്നെ കൊത്തി വെച്ചേക്കുന്ന പോലെ ഇരിക്കുന്നില്ല ഇവിടെ നിൻ്റെ കുഞ്ഞ്. എടാ ജോയലെ, ആ കുഞ്ഞിനെ ആ മുറിയിട്ട് ലോക്ക് ചെയ്യേ. എൻ്റെ കുഞ്ഞിനൊന്നും ചെയ്യല്. കുഞ്ഞിനെ എന്തിനാ സാറാ ഞങ്ങൾക്ക് ഇത്രയും കൊതിപ്പിക്കുന്ന നീ ഇവിടെ ഉള്ളപ്പം? എന്നെ വീട്
ഇച്ചായ ഒന്ന് വേഗം വന്നേ. ദേ മമ്മിയും പപ്പയും ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ച് കുറച്ച് സീരിയസ് ആ, വേഗം എത്താൻ പറഞ്ഞിട്ടുണ്ട്. എന്നെ പറ്റിയടാ? നീ പോയി കാർ എടുക്ക്. എന്താ പറ്റിയപ്പാ? എന്താ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ, എന്നെ പറ്റി? എടാ മോനെ, അത് പിന്നെ നമ്മുടെ സാറ ICUവിലാണ്. അവൾക്ക് മേല. നീ എന്തായാലും ചെന്ന് കണ്ടിട്ട് വാ. അവളെ മയക്കത്തിൽ എഴുന്നേൽപ്പിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞു. ബാ മമ്മി, ഇറങ്ങ. എടി ദിയ, ഇപ്പം എങ്ങനെയുണ്ട് കുക്കിക്ക്? പിന്നെ സാറ കണ്ണ് തുറന്നല്ലേ, എങ്ങനെയുണ്ട്? അവർ റിക്കവറായോ? ഇച്ചായ സാറേ ഓക്കെ ആയി. പിന്നെ അവൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, റിക്കവറായിട്ട് വരുന്നു. നമ്മുടെ ഡാൽവിനച്ചായൻ എന്തി? അവൾ തിരക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ സംസാരിച്ചിരിക്കേ, ഞാൻ എൻ്റെ കൊച്ചിനെ പോയി ഒന്ന് കാണട്ടെ. മമ്മി, ഇച്ചായൻ വന്നില്ലേ മമ്മി? ഇച്ചായനെ കണ്ടിട്ട് ഇപ്പോൾ 2 ആഴ്ചയായല്ലോ. മോളെ ഡാൽവിൻ വീട്ടിൽ വന്നിട്ട് ഇപ്പോൾ 2 വീക്സായി. വന്ന ഉടനെ മോളുടെ അടുത്ത് വരാൻ പറയാം കേട്ടോ. മോൾ വിഷമിക്കാതെ. കുഞ്ഞ മോളെ, ഞാനിപ്പോഴാണ് അറിഞ്ഞത് എൻ്റെ മോൾക്ക് എന്നാ പറ്റിയത്. മമ്മി, സാറ, ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ നിൻ്റെ കല്യാണം എൻ്റെ ഫ്രണ്ടിൻ്റെ മോനുമായിട്ട് നടത്താൻ നോക്കി. അത് ഞാൻ ചെയ്ത തെറ്റാ. പക്ഷേ അന്ന് കല്യാണ പന്തലിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴും നിനക്ക് പിന്നെയുള്ള കാലങ്ങളിൽ ഒരിക്കൽ പോലും എന്നെ വന്ന് കാണാൻ തോന്നിയില്ലേടി? പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല. നീ ഞങ്ങളുടെ ഒറ്റ മോള. ഐ എം സോറി പപ്പ. മമ്മി, കുക്കി മോളെ എടുത്തോ, അവൾ ഉറങ്ങി. ബാ, നമുക്ക് വീട്ടിൽ പോയേക്കാം. ഡോക്ടറിനെ കൊണ്ട് ഡിസ്ചാർജിന് എഴുതിപ്പിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള കിടത്തമൊക്കെ മതി. നീ ബാക്കി വീട്ടിൽ. ഞങ്ങൾ മോളെ വീട്ടിൽ കൊണ്ടുപോയിക്കോട്ടെ ജീന, പ്ലീസ്? ഇല്ല മമ്മി, മമ്മിയും പപ്പായും ഡാൻചാനെ അക്സെപ്റ്റ് ചെയ്യുന്ന കാലത്ത് ഞങ്ങൾ 2 പേരും ഒരുമിച്ച് വരാം. അല്ലാണ്ട് ഞാൻ വരുന്നില്ല മമ്മി. ജീന മമ്മി, നമുക്ക് വീട്ടിലേക്ക് പോയേക്കാം. ഇച്ചാൻ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്ന്? ഈ 1 മാസം ഞാനെങ്ങനെ കഴിഞ്ഞെന്ന് ഇച്ചാൻ അറിയാവോ? എന്നെ വേണ്ടെന്നായോ? ദേ സാറ, ആവശ്യമില്ലാത്ത പറഞ്ഞിട്ടുണ്ടല്ലോ, നിന്നെ ഞാൻ കൊന്നുകളയും. നിനക്ക് വേണ്ടി ഞാൻ ഒരു സത്യം ചെയ്തു തരാം. പാലങ്ങാട് തറവാട്ടിൽ ഇനി ഒരു ആൺതരികൾ ബാക്കിയില്ല. എൻ്റെ ഉള്ളിൽ ഒരിക്കലും അടങ്ങാത്ത ഭ്രാന്താണ് നീ സാറ. നീ റെഡിയാവ്, നമുക്കൊരിടം വരെ പോകണം. മമ്മിയും പപ്പയും എന്നെ ഇങ്ങനെ കുന്തം പിഴിഞ്ഞ പോലെ നിൽക്കുന്നത്, അങ്ങോട്ട് മാറി നിൽക്കേ. പിന്നെ ഇവളുടെ റൂം എവിടെയാ? കൊച്ചിറങ്ങിയേക്കോ, അവളെ കൊണ്ട് കിടത്താൻ. മുകളില. എന്താടി സാറാ ഉദ്ദേശം? പിന്നെ മമ്മിയുടെ സ്പെഷ്യൽ ബീഫ് വലത്തിയതുണ്ട്. നീ ബാ, നമുക്ക് പോയിരുന്ന് കഴിക്കാം. ഞാൻ നേരത്തെ മമ്മിയോട് പറഞ്ഞായിരുന്നു വരുന്ന കാര്യം. നിൻ്റെ അപ്പന് നിന്നെപ്പോലെ തന്നെയാണ് കേട്ടോ, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ഇച്ചായ, താങ്ക് യു സോ മച്ച്. ഇച്ചയും വാ, നമുക്ക് താഴേക്ക് പോവാം. പപ്പ ന്യൂസിലാണോ? എന്താ സ്പെഷ്യൽ ന്യൂസിലിപ്പം? വയനാട്ടിലെ റിസോർട്ടിൽ വന്യമൃഗങ്ങൾ ആക്രമിച്ച് 3 മൃതദേഹം കണ്ടെത്തി. പാലങ്ങാട് തറവാട്ടിലെയാണ് ഈ 3 യുവാക്കളും എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരാളുടെ മൃതദേഹത്തിൽ തലയില്ലാത്ത രീതിയിലാണ് കണ്ടെത്തിയത്.